أم تريدون أن تسألوا رسولكم كما سئل موسى من قبل ومن يتبدل الكفر بالإيمان فقد ضل سواء السبيل. സൂറത്തുൽ ബഖറയിലെ 108-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഏതാനും ചില നിയമങ്ങളുണ്ട്. ഒന്നാമതായി അൻതസ് അലു, ഈ ഉദാഹരണത്തിൽ നാം പാലിക്കേണ്ട നിയമം അൽ ഇഖ്ഫാ ഉൽ ഹഖീഖിയാണ്. സുക്കൂനുള്ള നൂണിന് ശേഷം താ വന്നു. അൽ ഇഖ്ഫാ ഉൽ ഹഖീഖിയുടെ 15 അക്ഷരങ്ങളിൽ ഒരക്ഷരമാണ് താ. ആയതുകൊണ്ട് സുക്കൂനുള്ള നൂണിൻ്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. മിൻ ഖബൽ, ഇവിടെയും അൽ ഇഖ്ഫാ ഉൽ ഹഖീഖിയാണ് നിയമം. അതോടൊപ്പം തന്നെ മണിക്കുമ്പോൾ നാം കനപ്പിക്കേണ്ടതാണ്, തഫ്ഹീം കൊടുക്കേണ്ടതാണ്. കാരണം ഖാഫ് എന്ന അക്ഷരം കനപ്പിക്കേണ്ട അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. അതിനാണ് അൽ ഇസ്തിഅലാ എന്ന് തജ്വീദിൻ്റെ ഭാഷയിൽ പറയുക. മിൻ ഖബൽ വമൻ യതബദ്ദലിൽ കുഫ്ര, ഇവിടെ അൽ ഇദ്ഗാം ബിഗുന്നയാണ് നിയമം. സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നു. മണിച്ചുകൊണ്ട് സുക്കൂനുള്ള നൂനിനെ യാ ലയിപ്പിച്ച് ഓതേണ്ടതാണ്. വമൻ യതബദ്ദൽ ഫഖദ് ضل, ദാലിൻ്റെ മേലെ സുക്കൂൻ എന്നതുകൊണ്ട് തന്നെ കൽക്കല ചെയ്യേണ്ടതാണ്. സവാഅ സബീൽ, അൽ മദ്ദുൽ മുത്തസിലാണ് ഈ ദീർഘത്തിൻ്റെ പേര്. 4-5 ഖദ്ർ വീതം നീട്ടേണ്ടതാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. أم تريدون أن تسألوا رسولكم كما سئل موسى من قبل ومن يتبدل الكفر بالإيمان فقد ضل سواء السبيل. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحابته أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 108-ാമത്തെ ആയത്തിൻ്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അം തുരീദൂന അൻ തസ്അലൂ റസൂലക്കും കമാ സുഇല മൂസാ മിൻ ഖബൽ വമൻ യതബദ്ദലിൽ കുഫ്ര ബിൽ ഈമാനി ഫഖദ് ളല്ല സവാഅ സബീൽ. ഇവിടെ ഈ ആയത്തിൽ പരാമർശിച്ച വാക്കാർത്ഥങ്ങൾ അം അതല്ല, തുരീദൂന നിങ്ങൾ ഉദ്ദേശിക്കുന്നു, അൻ തസ്അലൂ നിങ്ങൾ ചോദിക്കുവാൻ, റസൂലക്കും നിങ്ങളുടെ റസൂലിനോട്, കമാ സുഇല ചോദിക്കപ്പെട്ടതുപോലെ, മൂസാ നബി അലൈഹിസ്സലാമയോട്, മിൻ ഖബൽ മുമ്പ്, വമൻ ആരെങ്കിലും, യതബദ്ദലി പകരം സ്വീകരിച്ചാൽ, അൽ കുഫ്ര അവിശ്വാസത്തെ അല്ലെങ്കിൽ സത്യനിഷേധത്തെ, ബിൽ ഈമാനി സത്യവിശ്വാസത്തിന്, ഫഖദ് എന്നാൽ തീർച്ചയായും, വല്ല അവർ വഴിപിഴച്ചു, സവാ അസ്സബീൽ ശരിയായ മാർഗം. അപ്പോ ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ അർത്ഥം അതല്ല, മുമ്പ് മൂസയോട് ചോദിക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ റസൂലിനോട് ചോദിക്കുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ? ആർ സത്യനിഷേധത്തെ സത്യവിശ്വാസത്തിന് പകരം സ്വീകരിച്ചുവോ അവൻ തീർച്ചയായും ശരിയായ മാർഗത്തിൽ നിന്ന് പിഴച്ചു പോയിരിക്കുന്നു. സഹോദരങ്ങളെ, ഇവിടെ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല ബനു ഇസ്രായേലിയർ അവർ മൂസാ നബി അലൈഹി സ്വലാമിയോട് സ്വീകരിച്ച തനിച്ച ധിക്കാരത്തിന്റെയും അനുസരണക്കേടിന്റെയും സ്വഭാവം
ആ സ്വഭാവം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ശാസിക്കുന്നതാണ് സൂറത്തുൽ ബഖറയുടെ ഈ 108-ാമത്തെ ആയത്തിന്റെ താല്പര്യം. നമുക്കറിയാം, ബനു ഇസ്രായേലിയർ അവർ മൂസാ നബി അലൈഹി ഇസ്ലാമിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് അള്ളാഹുവിനെ നേരിൽ കാണണം, എങ്കിൽ മാത്രമാണ് താങ്കൾ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ധിക്കാരം പ്രകടിപ്പിച്ച ഒരു വിഭാഗമാണ് ബനു ഇസ്രായേലിയർ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഓരോ കൽപ്പനകളും മൂസാ നബി അലൈഹി ഇസ്ലാമയിലൂടെ ഇറക്കി കൊടുക്കുമ്പോൾ അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് പല രൂപത്തിലുള്ള ചോദ്യങ്ങളും ഈ ആളുകൾ അവർ മൂസാ നബി അലൈഹി ഇസ്ലാമിയോട് ചോദിച്ചിരുന്നു എന്ന് കഴിഞ്ഞ ആയത്തുകളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അത്തരം പ്രാധാന്യമില്ലാത്ത തീർത്തും നിരർത്ഥകമായ ചോദ്യങ്ങൾ അതെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ വേണ്ടി മദീനയിൽ ഉണ്ടായിരുന്ന യഹൂദികൾ അവർ സ്വഹാബികളെ വളരെയധികം പ്രേരിപ്പിച്ചിരുന്നു എന്നാണ്. അതിനുവേണ്ടി ഇത്തരം വിഷയങ്ങൾ അവർ സ്വഹാബികളുടെ അടുക്കൽ പോയി സംസാരിക്കുകയും അത് അവർ ആ ഒരു സംസാരം, ആ ഒരു രീതി അവർ പതിവാക്കിയ ഒരു ശീലമായിരുന്നു എന്നാണ് സഹോദരങ്ങളെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ തഫ്സീർ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ യഹൂദികളുടെ ഇത്തരം വഴിപിഴച്ച നിലപാടുകൾ സ്വീകരിക്കുന്നത് അത് സൂക്ഷിച്ചു വേണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമുകളെ താക്കീത് ചെയ്യുകയാണ് ഈ ആയത്തിലൂടെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടി യഹൂദികളുടെ ഈ ഒരു സ്വഭാവം, അതായത് ആവശ്യമില്ലാത്ത നിരർത്ഥകമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഈ ഒരു സ്വഭാവം അത് സൂക്ഷിക്കണമെന്ന് തൻ്റെ അനുയായികളെ പ്രത്യേകം ഉപദേശിച്ചിട്ടുള്ള വിഷയമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മുൻകഴിഞ്ഞു പോയ സമുദായങ്ങൾ, ആ സമുദായങ്ങൾ നശിച്ചു പോകാൻ കാരണമായത് അവരുടെ ആവശ്യമില്ലാത്ത അധികരിച്ച ചോദ്യങ്ങളായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നമുക്ക് ഉണർത്തിയിട്ടുള്ള ഒരു വിഷയമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു വിഷയമാണ് സഹോദരങ്ങളെ വളരെ പ്രാധാന്യത്തോടു കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ ഈ 108-ാമത്തെ ആയത്തിലൂടെ പറയുന്നത്, അം തുരീദൂന അൻ തസ്അലു റസൂലക്കും കമാ സുഇല മൂസാ മിൻ ഖബൽ. അതല്ല, മുമ്പ് മൂസയോട് ചോദിക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ റസൂലിനോട് ചോദിക്കുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ? വമൻ യതബദ്ദലിൽ കുഫ്ര ബിൽ ഈമാൻ, ആ സത്യനിഷേധത്തെ സത്യവിശ്വാസത്തിന് പകരം സ്വീകരിച്ചുവോ? ഫഖദ് ളല്ല സവാഅസ് സബീൽ, അവൻ തീർച്ചയായും ശരിയായ മാർഗത്തിൽ നിന്ന് പിഴച്ചുപോയിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്. ഇവിടെ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ കാര്യങ്ങൾ അത് അല്പം കൂടി വിശദമായി തന്നെ തഫ്സീർ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അപ്രകാരം ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പഠനം നമ്മളിൽ നിന്നും സ്വാലിഹായ അമലായി സ്വീകരിച്ചുകൊണ്ട് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.